കുഴപ്പമാണോ എന്നറിയില്ല, ഇന്നലത്തേക്കാൾ ആള് കുറവായി പോയത്. എന്തു തന്നെയാണെങ്കിലും ദൈവം മുമ്പാകെ എൻ്റെ കുറവുകളോടുകൂടി തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷയും സമർപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ 2 ദിവസത്തെ ചിന്താവിഷയം ആരംഭിച്ചത്. ഇപ്പോൾ അഭിമന്യ തിരുമനസ് കൊണ്ട് അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 80-ാം സങ്കീർത്തനം 3-ാം വാക്യം, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. യഥാസ്ഥാനപ്പെടലിൻ്റെ, അതല്ലെങ്കിൽ പൊട്ടിപ്പോയ അറ്റുപോയ ബന്ധം കൂട്ടിച്ചേർക്കുന്നതിൻ്റെ 4 ഭാവങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല, നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം യഥാസ്ഥാനപ്പെടലിൻ്റെ മറ്റൊരു ഭാവത്തെക്കുറിച്ച് പറയാൻ എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? മതി. ഇതേ ഭാഗം തന്നെ മറ്റ് തലത്തിൽ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-ും 35-ഉം വാക്യത്തിലും ഇതേ ഭാഗം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ കുറച്ചുകൂടി അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അറ്റുപോയ ബന്ധം തിരിച്ചു ചേർക്കുന്നതാണ് ഈ യഥാസ്ഥാനപ്പെടൽ. നമ്മുടെ സ്ഥാനം എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ആ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവിന്റെ ദിനങ്ങളാകണം നോമ്പ്. പലപ്പോഴും നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? പ്രശ്നങ്ങളിലേക്ക് മാത്രമല്ലേ. നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്താം. പക്ഷെ എന്തെങ്കിലും പരിഹാരത്തെ കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? മനോഹരമായൊരു ചിത്രമുണ്ട്. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിട്ട് വേർപെട്ടു പോയതിനു ശേഷം ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ ആര് വരുന്നത് കണ്ടു? യേശു തമ്പുരാൻ കടലിന് മീതെ നടന്നു വരുന്നത് കണ്ടു. അപ്പൊ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ പറഞ്ഞു, നീ പോരാൻ പറഞ്ഞു. പത്രോസ് ആദ്യം നടന്നു തുടങ്ങി കടലിന് മീതെ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ എവിടേക്ക് പോയി? കടലിലേക്ക് താഴ്ന്നു പോയി. എന്താ കാരണം? അവൻ എവിടേക്കായിരുന്നു നോക്കേണ്ടത്? പ്രശ്നപരിഹാരകനായ ക്രിസ്തുവിൽ നിന്ന് എപ്പോഴാണോ അവന്റെ നോട്ടം മാറിയത്? എപ്പോഴാണോ ആഴങ്ങളിലേക്ക്, പ്രശ്നത്തിന്റെ ആഴങ്ങളിലേക്ക്, പ്രതിസന്ധികളുടെ ആഴങ്ങളിലേക്ക് അവൻ നോക്കിയത്, അപ്പോഴവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? താഴ്ന്നു പോകാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും വീണു പോകുന്നുണ്ടെങ്കിൽ, താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രശ്നപരിഹാരകരിൽ നിന്ന് പ്രശ്നത്തിലേക്ക് നമ്മുടെ നോട്ടം നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നോമ്പ്, പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളിലേക്കാകരുത്, മറിച്ച് അതിന് പരിഹാരം ഒരുവനേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ ആ ക്രിസ്തുവാണ്. അവനതിന് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മുടെ നോട്ടം അവനിലേക്ക് മാത്രമായി മുന്നോട്ട് പോകാൻ ഈ നോമ്പ് ഇടയാകട്ടെ എന്ന് ഓർപ്പിക്കുക കൂടി ചെയ്യാം. നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആട്ടിടയന്മാർ കേട്ട നല്ല ഒരു വാർത്തയാണ്. നമ്മളെല്ലാ ക്രിസ്തുമസിനും ഇത് എന്ത് ചെയ്യാറുണ്ട്? ഏറ്റുപാടാറുണ്ട്. പക്ഷേ നമ്മുടെ സന്തോഷം പൂർണ്ണമാണ്. നമ്മൾ ഹാപ്പിയാണ്. ഞാൻ ഇന്ന് വർത്തമാന സമാജത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ ആദ്യം ചോദിച്ചത് അത് തന്നെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇന്ന് സന്തോഷമുള്ളവരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ദേവാലയത്തിലേക്കും നമ്മുടെ ആത്മീയതയിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും തിരിച്ചറിയുന്നത് പല കുടുംബങ്ങളും എന്നല്ല
സന്തോഷത്തിലല്ല എന്നുള്ളത് തന്നെയാണ്. എന്താ അതിന്റെ കാരണം എന്നെന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ എൻ്റെ ജീവിതത്തിൽ മാത്രം സന്തോഷമില്ലാത്തത്? എന്താ ഞാൻ ഇത്രയും കാലം ദേവാലയത്തിൽ പോയി എല്ലാ നോമ്പും നോറ്റു, പ്രാർത്ഥന യോഗത്തിൽ അറ്റൻഡ് ചെയ്തു, എല്ലാ പ്രോഗ്രാമുകൾക്കും പോയി, പക്ഷേ why I am not happy? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര തവണ അച്ഛൻ കാസായിൽ നിന്നും പീലാസായിൽ നിന്നും ആ വിശുദ്ധിയെ ഒഴിഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ നേരെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് എത്ര കുർബാനകളിൽ നിങ്ങൾ ആ സമാധാനം സ്വീകരിച്ചു. എന്നിട്ടും എന്താ എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാത്തത്? അതിന്റെ മറുപടിയാണ്, ആ യഥാസ്ഥാനപ്പെടുന്ന മറുപടിയാ ഈ രാത്രി. നമുക്കറിയാം, ഭാരത സംസ്കാരത്തിന്റെ തന്നെ ആപ്തവാക്യമായി പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന്. പക്ഷെ നമുക്ക് സുഖമായിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ? പറയാൻ വലിയ എളുപ്പം. അതുകൊണ്ട് 1983 ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പ്രസംഗിച്ചു. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാം, സ്വാമി വിവേകാനന്ദന. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വരി ഇതായിരുന്നു, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വരി പോലും. എന്തുകൊണ്ടാ? ലോകം മുഴുവൻ എന്റെ തറവാടാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നുകൊണ്ട്. 1963 അതേപോലെ തന്നെ അമേരിക്കയിൽ ഒരു മനുഷ്യന്റെ വലിയ പ്രസംഗം കേട്ടു. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറഞ്ഞ മനുഷ്യനാ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. ഇന്നും എത്ര വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഐ കൻ ബ്രീത്ത് എന്ന് പറഞ്ഞ് ഒരു വെള്ളക്കാരന്റെ ബൂട്ടിനടിയിൽ താൻ ശ്വാസം മുട്ടി മരിച്ചപ്പോഴും ലോകം സന്തോഷിച്ചോ അതോ ദുഃഖിച്ചോ എന്ന് എനിക്കറിയില്ല. മറിച്ച് ഇന്നും സന്തോഷിക്കാത്ത ജനങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തു പിറന്നിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്നത്തെ മാർട്ടിൻ ലൂതറിന്റെ പ്രസംഗത്തിന്റെ സത്ത അദ്ദേഹം ആഗ്രഹിച്ചത് വെളുത്ത വർഗ്ഗക്കാരനും കറുത്ത വർഗ്ഗക്കാരനും ഒരു ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കാനും ഒരുമിച്ച് കെട്ടിപ്പിടിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിച്ച മനുഷ്യന്റെ സ്വപ്നമായിരുന്നു ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ പ്രസംഗത്തിൽ. പക്ഷെ ഇന്നും അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ രാജ്യ സാധിച്ചോ? ഇന്ന് നമ്മുടെ നാട്ടിൽ സാധിച്ചോ? എന്തിനാ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ പോലും ഇന്ന് ക്ലാസ്സും ക്ലാസ്ലെസ്സും ഒക്കെ ഉണ്ടാകുമ്പോ എങ്ങനെയാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുക? ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം അവനവനിസാണ് എനിക്ക് തോന്നുന്നത്. അതെന്നാ? ഒരുപാട് ഇസങ്ങൾ ഇന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, മാർക്സിസം ഉണ്ട്, ഒരുപാട് ഇസങ്ങളുള്ള കാലത്ത് ഇതെന്നാ ഈ അവനവനിസം? എനിക്ക് ഈ വാക്ക് കിട്ടിയത് ഒരു 6 വർഷം മുമ്പ് മലയാള മനോരമയുടെ എഡിറ്റോറിയലിൽ നിന്നാണ് എനിക്ക് ഈ വാക്ക് കിട്ടിയത്. എന്റെ വാക്കൊന്നുമല്ല, മലയാള മനോരമയുടെ എഡിറ്റോറിയൽ. അതേ സമയത്ത് തന്നെ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ചേതൻ ഭഗത്തിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണോ എന്ന് അറിയില്ല. ഇത് ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ നിന്നാണ്. 2 IT പ്രൊഫഷണൽസ് അവർ കാട്ടിലേക്ക് പോകുന്ന ട്രക്കിങ്ങിനായിട്ടാണ്. അപ്പോൾ അവര് ഈ ചെന്നപ്പോൾ ഗൈഡ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ഒരിക്കലും എവിടേക്ക് പോകാൻ പറ്റില്ല, കാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഘോരവനമാണ്, വന്യമൃഗങ്ങളുണ്ട്. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾ 2 പേരും വി ആർ ടെക്കീസ് യു നോ, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ GPS സിസ്റ്റം ഉണ്ട്, ട്രാക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇത് ഡേഞ്ചറസ് ആണ്. പക്ഷെ അവര് പറഞ്ഞു, നോ ഞങ്ങൾക്ക് അറിയാം ബ്രോ എന്ന് പറഞ്ഞു, ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ. അങ്ങനെ അവരെവിടേക്ക് പോയി? കാട്ടിലേക്ക് യാത്ര ചെയ്ത് സന്തോഷിച്ച് എല്ലാം കണ്ട് അവരിങ്ങനെ യാത്ര ചെയ്തു. സന്ധ്യയാകാറായി. അവർ തിരിച്ചു പോയപ്പോ നമുക്കറിയാം എയർടെലിന്റെ പരസ്യം എന്നാ, wherever you are we are there എന്ന. പക്ഷെ എന്റെ വടവുകോട്ടിൽ എന്റെ എയർടെലിന് എന്തില്ല, റേഞ്ച് ഇല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പരസ്യത്തിൽ നമ്മൾ വല്ലാതെ എന്ത് പോകാറുണ്ട്, നമ്മളിങ്ങനെ മതി മറന്നു പോകാറുണ്ട്. അവരും എന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോ GPS ഇല്ല, ട്രാക്കിംഗ് ഇല്ല, ഇതൊന്നുമില്ല. അവരാകെ അങ്കലാപ്പിലായി. സന്ധ്യയായി, ഇരുട്ടായി തുടങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയില്ല. എവിടേക്ക് നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു? ഒരുപോലെ ഇരിക്കുന്നു. പെട്ടെന്നാണ് ഒരു കടുവയുടെ മുരൾച്ച കേൾക്കുന്നത്. അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ എന്ത് ചെയ്യാൻ തുടങ്ങി? 2 പേരും ഞെട്ടി വിറച്ചു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരുത്തൻ നിലത്തിരുന്നിട്ട് തന്റെ ഷൂവിന്റെ ലേസ് മുറുക്കി കെട്ടാൻ തുടങ്ങി. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, നീ കടുവയേക്കാൾ വേഗത്തിൽ ഓടുവോ? നീ എന്തിനീ ഷൂവിന്റെ ലേസ് കെട്ടുന്നത്? നീ കടുവയേക്കാൾ വേഗത്തിൽ ഓടുവോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ മറുപടിയാണ് അവനവനിസം. അവൻ പറഞ്ഞു, ഞാൻ എന്തിനാ കടുവയേക്കാൾ വേഗത്തിൽ ഓടുന്നത്? നിന്നേക്കാൾ വേഗത്തിൽ ഓടിയാൽ പോലെ.
ഞാൻ എന്തിനാ കടുവയേക്കാൾ വേഗത്തിൽ ഓടുന്നത്? ഞാൻ നിന്നേക്കാൾ വേഗത്തിൽ ഓടിയാൽ പോരെ? കടുവയ്ക്ക് ഒരാളെയൊക്കെ മതിയായിരിക്കും അല്ലേ? അല്ലേ? അതുകൊണ്ട് തൃപ്തിപ്പെടും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അവനവനിസം എന്ന് വിളിക്കുന്നത്. ഇന്ന് വീടുകളിൽ, സമൂഹത്തിൽ, ഇടവകയിൽ, സഭയിൽ ഈ അവനവനിസം പെരുകുന്നത് കൊണ്ടല്ലേ നമ്മുടെ സ്ഥാനം തെറ്റിപ്പോകുന്നത്, അവനോടുള്ള ബന്ധം അറ്റുപോകുന്നത്. അവിടെയാണ് യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ യേശു തമ്പുരാന്റെ വാക്ക് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ രാത്രി നമുക്കൊന്ന് ഉപ്പാകാം എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം യേശു തമ്പുരാൻ നിങ്ങൾ ലോകത്തിൽ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത്? അതിന് ഇച്ചിരി ചരിത്രം കൂടെ നമ്മൾ അറിയണം. യേശു തമ്പുരാൻ പിറന്നു വീണതും സുവിശേഷീകരണം നിർവഹിച്ചതും 3 സംസ്കാരത്തിലുള്ള ജനങ്ങളോടാണെന്ന് നമുക്കറിയാം. യവനന്മാരും റോമാക്കാരും യഹൂദന്മാരും. ഈ 3 സംസ്കാരത്തിലുള്ളവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു വസ്തുവായിരുന്നു ഏത്? ഉപ്പ്. അതിന് കാരണം ഉപ്പിന് തയോൺ, ഡിവൈൻ സോൾട്ട് എന്ന അന്ന് പറഞ്ഞിരുന്നത്. ഡിവൈൻ സോൾട്ട്. അതിന് യവന ഭാഷക്കാരെ സോൾട്ട് ഡിവൈൻ എന്ന് അവർ പറഞ്ഞിരുന്നത്. അമ്പലത്തിലും ദേവീദേവന്മാരുടെ പ്രീതിക്കായി അവർ സമർപ്പിച്ചിരുന്ന നേർച്ച കാഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ടത് ഏതായിരുന്നു? ഉപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധിയുടെ പ്രതീകമായിരുന്നു എന്ന് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് യഹൂദനും യവനനും റോമാക്കാരനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഏത്? ഉപ്പ്. അതുകൊണ്ട് യേശു തമ്പുരാൻ അവന് മനസ്സിലാകുന്ന ഭാഷയായതുകൊണ്ടാണ് പറഞ്ഞത് യു ആർ ദ സോൾട്ട് ഓഫ് ദ വേൾഡ് എന്ന്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാന്റെ പ്രബോധനങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത് പ്രകൃതിയോടും മനുഷ്യ ജീവിതത്തോടും അവന്റെ ജീവിതത്തിന്റെ വേദനകളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നല്ലേ അതിനെയൊക്കെ മറ്റു പല തലങ്ങളിലേക്കും മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആ യേശു തമ്പുരാന്റെ പഠിപ്പിക്കൽ നമുക്കും ഒരു പാഠമാകണം. തിയോളജിയനായ വില്യം ബാർക്ലേ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? If Christians are not fulfilling their purpose as Christians, then they are on the way to disaster എന്ന. ക്രിസ്ത്യാനി തങ്ങൾ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം ദുരന്തത്തിലേക്കാണ് എന്ന. ഇന്ന് നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നുണ്ട്. ആരാ ക്രിസ്ത്യാനി എന്ന് പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് നല്ലതാ. The one who is following the words, paths and deeds of Jesus Christ. അവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാണോ? എൻ്റെ തിരുമേനിക്ക് ഞാൻ എപ്പോഴും നന്ദി പറയുന്ന ഒരു കാര്യം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് ഞാൻ അഭിമന്യ ഐറീനസ് തിരുമേനസിൻ്റെ കൂടെ 2 വർഷം ചെന്നൈയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാനൊക്കെ വളരെ പുവറായിരുന്നു ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ വിചാരിക്കും എന്നെ ഓരോ വാക്കും ഇങ്ങനെ പറയണം എന്ന് പഠിപ്പിച്ചത് എൻ്റെ പിതാവ്. അതുകൊണ്ട് ഇന്നും ഞാനതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നതാണ്. എനിക്കൊന്ന് നിങ്ങളും ബ്ലെസ്ഡ് ആണ്. കാരണം ഇത്രയധികം വൊക്കാബുലറി കയ്യിലുള്ള ഒരു പിതാവിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പോലും. അപ്പം അതുകൊണ്ട് നന്നായി ഇംഗ്ലീഷ് വായിക്കേണ്ടത് എങ്ങനെയാണ്, നന്നായി എങ്ങനെയാ പറയണ്ടേ എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് തിരുമനസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു കാലത്ത്, അങ്ങനെ പഠിക്കുന്ന ഒരു കാലത്ത് ഞാനും അവിടെ എന്നും ടൈംസ് ഓഫ് ഇന്ത്യ വരുത്തും. അപ്പൊ തിരുമേനി വായിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് തരും. നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, കാരണം മലയാളം പേപ്പർ കിടക്കുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറിലേക്ക് നോക്കാൻ. പക്ഷെ തിരുമേനി കുറച്ചു നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പേപ്പർ തുറക്കും. തുറന്നു കഴിഞ്ഞ് ഞാൻ സാധാരണ വായിക്കാറ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടുഡേയ്സ് കോട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, സ്പീക്കിംഗ് ട്രീ എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്. വളരെ മനോഹരം. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, അത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. ടുഡേയ്സ് കോട്ടും സ്പീക്കിംഗ് ട്രീ, അതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അത് പത്രക്കാരൻ അത് വിൽക്കാൻ പോകുമ്പോൾ ഞാൻ അതെല്ലാം എന്ത് ചെയ്യും? കട്ട് ചെയ്തെടുത്ത് വെക്കും. അത് ഇന്നും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ ഒരു ദിവസം ഞാൻ വായിച്ചപ്പോൾ ഗ്യാരിസൺ കെയ്ലർ എന്ന് പറഞ്ഞൊരു US ഹ്യൂമറിസ്റ്റിന്റെ ഒരു കോട്ട് അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കോട്ടായിരുന്നു അത്. അതിങ്ങനെയാണ്: ഇഫ് എനിവൺ who thinks sitting in a church make you a Christian must also think sitting in a garage make you a car എന്ന. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം: if anyone who thinks sitting in a church make you a Christian
must also think sitting in a garage make your car എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പലരുടെ മുഖത്തും പുഞ്ചിരിയുണ്ട്. നിങ്ങൾ ദേവാലയത്തിൽ ഇരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ കസേര കൊണ്ടുപോയിട്ട് BMW-ന്റെയോ ടൊയോട്ടയുടെയോ മാരുതിയുടെയോ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കണം. നിങ്ങൾ ആരായി മാറും? ടൊയോട്ടയായി മാറും, BMW ആയി മാറും. മാറാറുണ്ടോ? നമ്മൾ എത്ര പ്രാവശ്യം കാർ സർവീസിന് കൊടുക്കാൻ പോയി, നമ്മൾ മാറിയോ? എത്ര കുത്തുന്ന വാക്കുകളായിരുന്നു. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നെയിംസേക്ക് ക്രിസ്ത്യൻസ് ആയി, നാമധാരികളായി നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. നമ്മുടെ മാർഗം പോലും നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ, ഒന്ന് യഥാസ്ഥാനപ്പെടാൻ, അതുകൊണ്ടാണ് ആ തിയോളജി പറഞ്ഞത്, ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം തിരിച്ചറിയാതെ ജീവിച്ചാൽ അവന്റെ ജീവിതം ദുരന്തമാണ് എന്ന്. യഹൂദനൊരു പതിവുണ്ട്, അവൻ പാപം ചെയ്താൽ പിന്നെ അവൻ എവിടേക്ക് കയറില്ല? ദേവാലയത്തിലേക്ക് കയറില്ല. ഇന്ന് അങ്ങനെയാണെങ്കിലോ? യഹൂദൻ പാപം ചെയ്താൽ പിന്നെ അവൻ എവിടേക്ക് കയറില്ല? ദേവാലയത്തിലേക്ക്. പിന്നെ അവന് ശുദ്ധീകരണ കാലം. ഈ ശുദ്ധീകരണ കാലത്ത് അവൻ ദേവാലയത്തിന്റെ മുമ്പിൽ വന്ന് ദേവാലയത്തിന്റെ വാതിൽക്കൽ തന്റെ തലയടിച്ച് തന്റെ കരം വെച്ച് അവൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എങ്ങനെയാ? Trample upon me who am the salt which has lost its savor എന്ന. എന്നെ ദൈവമേ, ഉപ്പായിരുന്ന ഞാൻ അതിന്റെ കാരം നഷ്ടപ്പെടുത്തിയതിനാൽ എന്നെ ചവിട്ടി മെതിക്കണമെന്ന് യഹൂദൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ഉപ്പായിരുന്നു, അതിന്റെ കാരം നഷ്ടപ്പെട്ടതിനാൽ എന്നെ ചവിട്ടി മെതിക്കണമേ എന്ന് യഹൂദൻ എവിടെ വന്ന് പ്രാർത്ഥിക്കും? ദേവാലയത്തിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാൻ ഉപ്പായിരുന്നു, പക്ഷെ അതിന്റെ കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ളതാകണം ഈ സമയം. അതുകൊണ്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിച്ചോളാം. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് യേശുദമ്പുരാൻ പറഞ്ഞതിൽ നിന്ന്, ഒന്നാമത് യേശുദമ്പുരാൻ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ വിശുദ്ധിയും വെണ്മയുമുള്ളവരാകണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒരു ക്രിസ്ത്യാനി വിശുദ്ധിയും വെണ്മയും കാത്തു സൂക്ഷിക്കുന്നവനാകണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമുക്കറിയാം, ഉപ്പിന്റെ നിറം എന്നാ? ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പെട്ടുപോയി ഈ ചോദ്യത്തിന്. ഉപ്പിന്റെ നിറം എന്നാ? ഗ്ലിസറിങ് വൈറ്റ് അല്ലേ? പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോ ഒരു കൊച്ചെന്നോട് പറഞ്ഞു, അച്ഛ പിങ്ക് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടുപോയി. സത്യ റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞ സാധനം പിങ്ക് കളറാണ്. പക്ഷേ നമുക്ക് പരിചയമുള്ള ഉപ്പിന്റെ കളർ എന്നാ? വെളുത്തതാണ്. അതെന്തുകൊണ്ടാ? നമുക്കറിയാം, യവനന്മാരെ സംബന്ധിച്ച് ഉപ്പ് വിശുദ്ധമായിരുന്നു. അതിന് കാരണം അവർ പറയും, കടലും സൂര്യനും ചേർന്നുണ്ടാകുന്ന ഒന്നായതുകൊണ്ട് അവരതിനെ എന്ത് വിളിച്ചത്? ദൈവീകമാണ് ഉപ്പെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഉപ്പ് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് യേശുദമ്പുരാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം നിങ്ങൾ വിശുദ്ധിയും വെണ്മയുമുള്ളവരാകണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധിയുള്ളവനായിരുന്നില്ലേ? അവൻ ആരോടൊക്കെ ചേർന്ന് നിന്നു? നമുക്കറിയാം, നമ്മൾ വിശുദ്ധിയുടെ എക്സാമ്പിൾസ് ആകാൻ പറ്റുമ്പോൾ മാത്രമേ നമ്മളെ പിൻപറ്റാൻ അനേകരുണ്ടാവുള്ളൂ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. നമ്മളൊക്കെ ഉറക്കെ പാടുന്നൊരു പാട്ടുണ്ട്, വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം, നാഥൻ വരവരെ താമസം നേരെയില്ല. വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം, നാഥൻ വരവരെ താമസം നേരെയില്ല. നമ്മൾ വിശുദ്ധിയെ തികച്ചാണോ നിൽക്കണേ? അടുത്ത നിമിഷം കർത്താവ് പറയാ, ഒന്ന് പോരാൻ പറഞ്ഞ നമ്മൾ വിശുദ്ധിയോടുകൂടെ ആണോ ജീവിക്കുന്നത്? എത്ര പേരാ ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണാത്തത്? ഞാൻ ഇങ്ങോട്ട് ബത്തേരിക്ക് പോരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇടവകയിലെ ഒരാള് മരിച്ചുപോയി. തലേ ദിവസം വേദപുസ്തകം വായിച്ച് ഉറങ്ങാൻ കിടന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ തലയണയ്ക്കൽ വേദപുസ്തകം തുറന്നിരിപ്പുണ്ട്, പക്ഷെ അദ്ദേഹം കമർന്നു കിടക്കുകയായിരുന്നു. 6 മണിക്കൂർ
മണിക്കൂറിന് ശേഷമാണ് മരിച്ചുപോയി എന്ന് കണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നടക്കി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല, ഞാൻ നിങ്ങളോട് കൂടെ ആയതുകൊണ്ട്. നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്, നിവർന്നു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്, 4 വിരൽ നീളമാണ്. പക്ഷെ നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഏതാ? 70 ഏറെയായാൽ 80 മാത്രം. അതാ നമ്മുടെ പ്രതീക്ഷ പലപ്പോഴും. പക്ഷേ ഇന്ന് കൊറോണ നമ്മളെ ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു കളഞ്ഞു. കാരണം 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള അനേകം ആളുകൾ ഇന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെടുക. എന്തിനാ? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെടുക. ഇനിയെങ്കിലും നമ്മളൊന്ന് തിരിച്ചു വരണമെന്നേ അവന്റെ വിശുദ്ധിയിലേക്ക്. വിശുദ്ധ മാമോദീസായിലൂടെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അമ്മയുടെ ഗർഭപാത്രമായ മാമോദീസ തൊട്ടിയിൽ നിന്ന് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മൾ ധരിച്ച വസ്ത്രത്തിന്റെ പേര് വെണ്മയുടെ വിശുദ്ധിയുടെ വസ്ത്രമെന്ന. അതുകൊണ്ട് പൗലോസ്ലീഹ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച്. ഇന്ന് അച്ഛൻ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും അത് പറഞ്ഞു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിച്ചിരിക്കുന്നവരാ നമ്മളെന്ന്. അതിന്റെ കൂടെ ഒരു വാക്കുണ്ട്, പഴയ മനുഷ്യനെ അവന്റെ പ്രതിമ പ്രകാരം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ അവന്റെ പ്രതിമ പ്രകാരം സ്വീകരിച്ചു എന്ന. പ്രിയമുള്ളവരെ, അവിടെ പൗലോസ്ലീഹ ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. ഇനി നിങ്ങൾ എവിടെയുള്ളത് നോക്കരുത്, ഭൂമിയിലുള്ളത് നോക്കരുത്, ഉയരത്തിലുള്ളത് മാത്രം നോക്കണം. നമ്മുടെ വിശുദ്ധി പോകാൻ എന്താ കാരണം? ഭൂമിയിലുള്ളത് നോക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടാൻ കാരണം ഭൂമിയിലുള്ളത് നോക്കുന്നതുകൊണ്ടാണ്. 1 പത്രോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിശുദ്ധനായ പത്രോസിനെ ഓർമ്മിപ്പിക്കുക, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകുവിൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകുവിൻ. ഞാൻ ഇന്ന് ആദ്യം പ്രാർത്ഥിച്ചപ്പോ പാടിയ ഒരു എനിയോനം ഉണ്ട്. ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെയും കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നധരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. എത്ര മനോഹരമായിട്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധിയെ, നമ്മുടെ വെണ്മയെ കളയുന്ന നമ്മുടെ നോട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനാ അവർ പ്രാർത്ഥിച്ചത്. നമ്മുടെ വിശുദ്ധിയെ കളയുന്ന നമ്മുടെ സംസാരത്തിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന് ഇന്ന് എത്ര അശുദ്ധിയാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ വിളക്ക്, ഈ പിച്ചളയുടെ വിളക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് എന്ത് പിടിക്കും? ക്ലാവ് പിടിക്കും. അതെങ്ങനെയാണ് പിടിക്കണേ? നമുക്കറിയാം, ഈ എയറിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ഫംഗൽസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെന്ത് ചെയ്യും? ഈ മെറ്റലുമായിട്ട് ചേരുമ്പോൾ അവിടെ എന്ത് പിടിക്കും? ക്ലാവ് പിടിക്കും. നമ്മുടെ ജീവിതത്തിൽ ക്ലാവ് പിടിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ക്ലാവ് പിടിക്കാറുണ്ട്. എന്തെങ്കിലും നമ്മൾ അതിനെപ്പറ്റി, നമ്മൾ ആ വിളക്ക് എന്ത് ചെയ്യും? ഒരു ഇച്ചിരി പച്ചക്കറി പറയും, അത് ക്ലീൻ ചെയ്യണം. നമ്മളത് വീണ്ടും എന്ത് ചെയ്യും? ബ്രാസ് ഇട്ട് നന്നായി പോളിഷ് ചെയ്ത് വീണ്ടും തിളങ്ങുന്നതാക്കും. പക്ഷേ നമ്മളെ നിന്ന് കഴുകാറുണ്ടോ? നമ്മുടെ വിശുദ്ധിയെ കുറിച്ച് നമ്മൾ കുളിക്കാറുണ്ട്. അതിന് TFM നോക്കി സോപ്പ് മേടിച്ച് എന്ത് ചെയ്യും? നമ്മൾ കുളിക്കും. TFM ഗ്രേഡ് 1 ഉള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നോക്കി മേടിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തെ കഴുകാൻ നമ്മൾ എന്തെങ്കിലും ശ്രമിക്കാറുണ്ടോ? അങ്ങനെ ശ്രമിച്ചാലേ നമ്മൾ ആരായി മാറുള്ളൂ? ഉപ്പായി മാറിയുള്ളൂ. യേശുദമ്പരൻ അതാ പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശുദ്ധിയുള്ളവരും വെണ്മയുള്ളവരുമാകണം എന്ന. നമ്മൾ പരിമല തിരുമേനിയുടെ അടുത്ത് പോകുന്നത് പരിമല തിരുമേനിക്ക് വേണ്ടി, പരിമല തിരുമേനിയോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് പരിമല തിരുമേനിയുള്ളത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ ഓരത്തൊന്ന് ചേർന്ന് നിൽക്കാൻ, ആ വിശുദ്ധി ഒന്ന് എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാനാ നമ്മൾ ആ കബറിങ്കിൽ പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വെണ്മയുള്ളവരാകാൻ സാധിക്കുന്നുണ്ടോ? യേശുദമ്പരാനോ അവന്റെ വാക്കുകൊണ്ട്, അവന്റെ പ്രവൃത്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ജീവിതം കൊണ്ട് വിശുദ്ധി എന്താണെന്ന് നമ്മെ കാണിച്ചു തന്നവന്റെ പേരാ യേശു ക്രിസ്തു എന്നുള്ളത്. അതുകൊണ്ടല്ലേ മുക്കുവൻ വിശുദ്ധനായത്? ആ
അവന്റെ വിശുദ്ധിയോട് ചേർന്നതുകൊണ്ടാണ് ആ പാപിനിയായ സ്ത്രീ വിശുദ്ധിയായി മാറിയതും അവന്റെ ഖബറിലെത്താൻ അവന്റെ ഉയർപ്പ് കാണാൻ പ്രാപ്തമായതും അവന്റെ വിശുദ്ധിയോട് ചേർന്ന് നിന്നതുകൊണ്ടല്ലേ. പീഡകനായ ശൗൽ പീഡിതനായി മാറിയത് അവന്റെ വിശുദ്ധിയോട് ചേർന്ന് നിന്നതുകൊണ്ടല്ലേ. ശമരിയാക്കാരി സ്ത്രീ സുവിശേഷകയായത് അവന്റെ വിശുദ്ധിയോട് ചേർന്ന് നിന്നതുകൊണ്ടല്ലേ. പ്രിയമുള്ളവരെ, വലത്തുഭാഗത്ത് നിന്ന് നമ്മൾ പറയുമെങ്കിലും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ പറുദീസായിക്ക് അർഹനായത് ആ വിശുദ്ധിയെ കണ്ടതുകൊണ്ടല്ലേ. പിശാചിനെ ഓടിക്കാൻ അവന് സാധിച്ചതും അതേ വിശുദ്ധി കൊണ്ടല്ലേ. പ്രിയമുള്ളവരെ, എന്നിട്ടെന്താ നമുക്ക് അവന്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. നമ്മൾ വെളിച്ചമുള്ളവരാണ്, വെണ്മയുള്ളവരാണ്. വിശുദ്ധമായ വിവാഹ കൂദാശയിൽ മോതിരം വാഴുവിന്റെ ശുശ്രൂഷയിലെ മനോഹരമായ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെട്ട്, ഒരു വാക്കുണ്ട്, മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെട്ട്. സ്വർണ്ണാഭരണങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതം എത്ര ജീവിതങ്ങളാ ഒരു ദിവസം കൊണ്ടും ഒരു മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഒക്കെ ഇന്ന് തീർന്നു പോകുന്നത്. പൗലോസ് തിയമ്പാവ കാലം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് ദേവലോകത്ത് ഒപ്പിടുന്ന വിവാഹമോചനത്തിന്റെ എണ്ണം ദിനം പ്രതി പെരുകുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി കാണണമെന്ന പിതാവ് വളരെ വേദനയോടുകൂടി പറഞ്ഞത് ഇന്ന് ഞാൻ മറന്നുപോയിട്ടില്ല. കാരണം എന്താ? ഇന്ന് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളായി മാറുക. ഇന്ന് രാവിലെ തിരുമേനിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ഇന്ന് ഭൂരിഭാഗം പേരുടെ ജീവിതത്തിലും ഭാര്യയല്ലാതെ ഭർത്താവല്ലാതെ മറ്റൊരാൾ കൂടിയുണ്ട് എന്ന്. സത്യമല്ലേ? ഇന്ന് പല ജീവിതങ്ങൾ കാണുമ്പോ, ഇന്ന് പലരുടെയും വിവാഹമോചനങ്ങളും പലരുടെയും ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളും കാണുമ്പോ നമുക്കത് മനസ്സിലാകും. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ എത്ര കാര്യങ്ങളാ അങ്ങനെ വരുന്നതെന്നറിയോ? എത്ര കണ്ണുനീരുകളാ നമ്മൾ കാണുന്നതെന്നറിയോ? പ്രിയമുള്ളവരെ, നിങ്ങളെ വിളിച്ച് വിളക്കി ചേർത്തിരിക്കുന്നത് വിശുദ്ധിയുടെ പ്രതീകങ്ങളാകാനാ. അത് മക്കളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, അപ്പന്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ വിശുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളും വിശുദ്ധിയുള്ളവരെ വളരുന്നേ. അതല്ല എങ്കിൽ ഒരു വിശുദ്ധിയും ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം. അതുകൊണ്ടല്ലേ നമ്മൾ എന്താ പറയാ, കുടുംബം എന്ന് വെച്ചാൽ എന്നാണ്? കൂടുമ്പോ ഇമ്പമുള്ളതാ. ഇന്ന് കൂടുമ്പോ ഭൂകമ്പമുള്ളതായിട്ട് എന്ത് മാറുക? നമ്മുടെ കുടുംബങ്ങൾ മാറിയിരിക്കുക. മക്കൾക്ക് വെളിച്ചമാകേണ്ട മാതാപിതാക്കള് അതേ മക്കളെ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ വലിച്ചെറിഞ്ഞ് കാമുകന്റെയും കാമുകയുടെയും ഒക്കെ കൂടെ ഓടാൻ വെക്കുന്ന ഒരു നാടായി നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങളും അരങ്ങേറുകയാണെങ്കിൽ എങ്ങനെയാണ് വിശുദ്ധിയുള്ളവരായി നമുക്ക് നിൽക്കാൻ കഴിയുക? നമുക്കറിയാം, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ വിശുദ്ധി പോലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് എങ്ങനെയാ യഥാസ്ഥാനപ്പെടാൻ സാധിക്കുക? അന്ധകാരം നീക്കേണ്ട അധ്യാപകരിൽ ഒരു വിഭാഗമെങ്കിലും, ഒരുപാട് പേര് നല്ല അധ്യാപകരുണ്ട്. പക്ഷേ വിവേകാനന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മൈ ടീച്ചർ ഹാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐസ് ഇൻ ദിസ് വേൾഡ് എന്ന വിവേകാനന്ദൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് എത്ര അധ്യാപകർക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം നീക്കി വെളിച്ചം പകരാൻ സാധിക്കുന്നുണ്ട്? അന്ധകാരം എതിരേണ്ട അധ്യാപകർ തന്നെ കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. വെണ്മയുള്ള പട്ടക്കാര്, ഞങ്ങളുടെയൊക്കെ വെണ്മ പലപ്പോഴും വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ച. ഞാൻ അടക്കമുള്ളവരെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, എന്നെ കുറിച്ച് പറയാതെ എങ്ങനെയാ നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റുക? വസ്ത്രത്തിന്റെ വെണ്മയിൽ മാത്രം വെണ്മ ശേഷിപ്പിക്കുന്നവരായി ഇന്ന് പുരോഹിത വർഗം പോലും മാറുമ്പോ എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യമുള്ളവരായി തീരാൻ പറ്റുക? രാഷ്ട്രത്തെ സേവിക്കേണ്ട രാഷ്ട്രീയക്കാര് ഇന്ന് കൊലക്കത്തിക്കും അഴിമതിക്കും വിധേയരാകുമ്പോ എങ്ങനെയാണ് വെണ്മയും വിശുദ്ധിയും ഈ സമൂഹത്തിൽ ഉണ്ടാവുക? പ്രളയം പോലും പലരുടെയും പോക്കറ്റ് വെറുപ്പിക്കാനുള്ളതായി മാറിയപ്പോ എങ്ങനെയാണ് ഈ സമൂഹം വിശുദ്ധിയും വെണ്മയും ഉള്ളതായി തീരുക? നമ്മുടെ ദേവാലയങ്ങളും ആതുരാലയങ്ങളും കച്ചവട കേന്ദ്രങ്ങളായി മാറുമ്പോ എങ്ങനെയാണ് ഈ വിശുദ്ധിയും വെണ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? നമ്മുടെ സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലത്ത് മധു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അട്ടപ്പാടിയിൽ ഒരിറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഇച്ചിരി അരിയെടുത്തവനെ തല്ലിക്കൊന്ന നാട്ടിൽ ജീവിക്കുമ്പോ എങ്ങനെയാണ് ഈ വിശുദ്ധിയും വെണ്മയും നമുക്ക് അവകാശപ്പെടാൻ കഴിയുക?
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നും ദേവാലയങ്ങളൊന്നും ഇങ്ങനെയൊന്നുമല്ല ആയിരിക്കുക. പ്രിയമുള്ളവരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം ഞാനിപ്പോൾ വായിച്ച 13-ാം വാക്യത്തിന്റെ അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ യേശു തമ്പുരാൻ പറയാ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇതിലൊരു കാര്യം പറയാം, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത് എന്ന്. അത് വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശം നൽകും. പ്രിയമുള്ളവരെ, അപ്പന് ഭാര്യയ്ക്കും മക്കൾക്കും പ്രകാശമായി മാറാൻ പറ്റുന്നുണ്ടോ? അമ്മയ്ക്ക് ഭർത്താവിനും മക്കൾക്കും പ്രകാശമായി മാറാൻ പറ്റുന്നുണ്ടോ? വിശുദ്ധിയെ പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 2 അന്ധരായ മനുഷ്യർ അവർ ദൂരേക്ക് യാത്ര പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം ഞാൻ എൻ്റെ ഫിലോസഫി ചെയ്തത്, എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത് തൃശ്ശൂരത്തെ ശ്രീ കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞ പ്രശസ്തമായ കലാലയത്തിലാണ്. അവിടെ ഇന്നും അന്നും ഏകദേശം 20ഓളം അന്ധരായ വിദ്യാർത്ഥികൾ ഞാൻ പഠിക്കുന്ന സമയത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പഠിച്ചിരുന്നത് എനിക്കറിയാം. ഇപ്പൊ രാവിലെ കോളേജിലേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം നടക്കണം. 1.5 കിലോമീറ്റർ ബസ് ഇറങ്ങിയാൽ നടക്കണം കോളേജിലേക്ക്. അവിടേക്ക് ബസ്സൊന്നുമില്ല. അപ്പൊ ഞാൻ എപ്പോഴും കാണുന്നൊരു കാഴ്ചയുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് ഇവരിങ്ങനെ പരസ്പരം കൈ ഓർത്ത് പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ നടന്നു പോകും. ചോദിക്കും, ഞാൻ പിടിക്കണോടാ ചോദിക്കുമ്പോൾ വേണ്ട, ഞങ്ങൾ നടന്നോളാന്ന് പറയും. ഒരാളുടെ കയ്യിൽ മാത്രം എന്തുണ്ടാകും? സ്റ്റിക്ക് ഉണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കൈ ഓർത്ത് പിടിച്ച് ഉറക്ക വർത്താനം പറഞ്ഞ് നടക്കും. ചില ദിവസം മുഖത്തും കയ്യിലൊക്കെ പെയിന്റ് പോയ പാടുണ്ടാകും. ചോദിക്കുമ്പോൾ പറയും, എടാ ഇന്നലെ ഒന്ന് തട്ടി വീണതാ എന്ന് പറയും. പ്രിയമുള്ളവരെ, അവരിങ്ങനെ സംസാരിച്ച് യാത്ര ചെയ്യും. കണ്ടിരിക്കാൻ ഒരുപാട് രസം. നമുക്ക് കണ്ണുണ്ടായിട്ടും ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ 2 അന്ധരായ മനുഷ്യർ യാത്ര പോവുക ദൂരദേശത്തേക്ക്. യാത്ര ചെയ്യുമ്പോൾ അവരൊരു പട്ടണത്തിലെത്തി. ആ പട്ടണത്തിലെത്തിയപ്പോ അവിടുത്തെ ഒരു വിളക്ക് വിൽപ്പനക്കാരൻ ഇവരെ കണ്ടിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വിളക്ക് തരാം. ഇവർക്ക് ആകെ പ്രയാസമായി, ഇൻസൾട്ടിങ് ആയി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ വിളക്ക് എന്തിനാ ഞങ്ങളുടെ കയ്യിൽ തരുന്നേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ പോകേണ്ടുന്ന വഴി ദുർഘടമാണ്, ഇടുങ്ങിയതാണ്, എതിരെ വാഹനങ്ങൾ വരാം. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിളക്കുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സന്തോഷത്തോടെ വിളക്കൊക്കെ വാങ്ങിച്ച് യാത്ര തുടങ്ങി. കുറെ ദൂരം യാത്ര ചെയ്തപ്പോ പെട്ടെന്നൊരു കുതിരവണ്ടി വന്ന് ഇവരെ ഇടിച്ചു വീഴിച്ചു. 2 പേര് അതിയായ വേദനയെടുത്ത് ഇവര് വല്ലാതെ കരഞ്ഞു. പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി ഇറങ്ങി വന്ന് ഇവരെ 2 പേരെയും താങ്ങിയെടുത്തിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇവർ അദ്ദേഹത്തോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. താങ്കൾക്ക് കണ്ണില്ലേ? ഞങ്ങളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നിട്ടും താങ്കൾ എന്താ ഞങ്ങളെ കാണാതിരുന്നത്? അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനകത്ത് എന്തുണ്ടായിരുന്നില്ല? വെളിച്ചമുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ ഇതുപോലെയാണ്. നമ്മൾ പലയിടത്തും തട്ടി വീഴുന്നുണ്ടെങ്കിൽ, നമുക്ക് അവന്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം വിളക്കുണ്ടായിട്ടും അതിനകത്ത് എണ്ണയൊഴിച്ച് ബുദ്ധിമതികളായ കന്യകയെ പോലെ എണ്ണയൊഴിച്ച് വിളക്ക് തെളിച്ച് കാത്തിരിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് മറന്നു പോകരുത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം ഒന്ന് വായിക്കാമോ? തിരുമേനി വായിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നമ്മുടെ വിളിയെ അതാണ്, സൽഗുണപൂർണരായിരിക്കാൻ, വിശുദ്ധിയോടുകൂടി ഇരിക്കാൻ. സിസ്റ്റർ ശോഭ CS എന്ന് പറഞ്ഞ മനോഹരമായ ഒരു എഴുത്തുകാരിയുണ്ട്. അവരുടെ പുസ്തകവും വളരെ രസകരമാണ്. അതിജീവനം എന്ന് പറഞ്ഞ അവരുടെ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമുണ്ട്. അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അപരന്റെ ജീവിതത്തിലെ ഹൃദയത്തിലെ വെളിച്ചത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാനും വലിച്ചെറിയപ്പെടേണ്ട ഉപ്പാണെന്ന്. അപരന്റെ ജീവിതത്തിലെ പ്രകാശത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാനും വലിച്ചെറിയപ്പെടേണ്ട ഉപ്പാണെന്ന്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക പൗലോസ് ശ്ലീഹായുടെ ഒരു വാക്യത്തോടുകൂടെ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നമ്മൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ മന്ദിരം എത്ര വിശുദ്ധമായി നിങ്ങൾ കാക്കുന്നുവോ അതുപോലെ
നിങ്ങളുടെ ഹൃദയ മന്ദിരത്തെ, നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ, വെണ്മയോടെ കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്ഥാനം യഥാസ്ഥാനപ്പെടുകയുള്ളൂ. രണ്ടാമത്, യേശു തമ്പുരാൻ നിങ്ങൾ ലോകത്തിന് ഉപ്പാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഉപ്പിന്റെ മറ്റുപയോഗമല്ല, നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ ഉപയോഗം, ഞങ്ങൾക്കും അറിയാട്ടോ, നിങ്ങൾക്ക് മാത്രമല്ല. എന്താണ്? രുചി കൂട്ടുന്നതാണ് എന്ത്? ഉപ്പ്. നമുക്കറിയാം, സോൾട്ട് ലെൻസ് ഫ്ലേവർ ടു ദ തിങ്സ് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഉപ്പ് ഒരു ഭക്ഷണത്തിന് രുചി കൂട്ടുന്നെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തീയത ഉപ്പ് പോലെയാണെന്ന് നമ്മൾ എന്നാ തിരിച്ചറിയണ്ടേ? ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതത്തിൽ അവന്റെ ഉപ്പാണ് എന്ത്? അവന്റെ ക്രിസ്തീയത. അത് ഭക്ഷണത്തിലെ ഉപ്പ് പോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രുചി കൂട്ടുന്നവരായും രണ്ട് കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. രുചി കൂട്ടുന്നവരായും മുറി കൂട്ടുന്നവരായും നമുക്ക് മാറാൻ പറ്റുമോ? നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞപ്പോ യേശു തമ്പുരാൻ നമ്മളോട് പറഞ്ഞത് അത് തന്നെയാ. നിങ്ങൾ രുചി കൂട്ടുന്നവരും മുറി കൂട്ടുന്നവരുമാണ്. എന്തേ മുറി കൂട്ടുന്നവര്? മുറി ഉണങ്ങാൻ നമ്മൾ ഉപ്പുവെള്ളത്തിൽ കഴുകാറില്ലേ? പ്രത്യേകിച്ച് ഇച്ചിരി പഴുക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹീല. നമുക്ക് മുറി കൂട്ടാൻ പറ്റാറുണ്ടോ? നമുക്ക് രുചി കൂട്ടാൻ പറ്റാറുണ്ടോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടപെടുന്ന ഇടങ്ങളിൽ. യേശു തമ്പുരാൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല, അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ കാണിച്ചു തന്നവന്റെ പേരാ യേശു ക്രിസ്തു. അവൻ ആരുടെയൊക്കെ ജീവിതത്തിൽ ചേർന്ന് നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്തായി മാറിയവനാ? രുചിയായി മാറിയവനാ. അനേകരുടെ മുറി കൂട്ടിയവനാ. ആര്? യേശു ക്രിസ്തു. പക്ഷെ ആ ക്രിസ്തുവിനെ പിൻപറ്റുന്ന നമുക്ക് രുചി കൂട്ടാനും മുറി കൂട്ടാനും സാധിക്കുന്നുണ്ടോ? നമ്മളോടൊന്ന് ചോദിച്ചോ. നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ ഒരു ഹഗ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും? നമ്മുടെ കുഞ്ഞ്, അവനിനി എത്ര വയസ്സായിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രായമുള്ള, ഞാൻ എൻ്റെ അപ്പനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അപ്പൻ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു എൻ്റെ അപ്പൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേക്കുന്നത്. ഇന്ന് അതുകൊണ്ട് എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ഒരു ഡിസ്റ്റൻസ് തോന്നുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എത്ര വലുതായാലും ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? രുചി കൂട്ടുന്നത് എങ്ങനെയാണ്? പിന്നെ നമുക്ക് സ്നേഹമുണ്ടെന്ന് പലരും പറയും, എന്റെ അച്ഛ എന്റെ ഉള്ളിൽ കടലോളം സ്നേഹമുണ്ട്. പ്രകടിപ്പിക്കാത്ത സ്നേഹമൊന്നും സ്നേഹമല്ല പ്രിയമുള്ളവരെ. നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറയുകയും അത് നിനക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഏത് സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്? നിന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോ അവന് സ്നേഹം പകർത്തു കൊടുക്കാൻ, രുചി പകർത്തു കൊടുക്കാൻ ദൈവത്തിന്റെ പരിധിയില്ലാത്ത അൺകണ്ടീഷണൽ ലവ് നിനക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഉപ്പാകുന്നത്? നമ്മുടെ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് ഈ സ്നേഹമില്ലാത്തത് കൊണ്ട്. മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഇന്ന് പണത്തിന് കുറവില്ല, ജോലിക്ക് കുറവില്ല, സൗകര്യങ്ങൾക്ക് കുറവില്ല, നമ്മുടെ കല്യാണങ്ങളുടെ ആർഭാടങ്ങൾക്ക് കുറവില്ല. പക്ഷെ കുറവുള്ളത് എന്തിനു മാത്രം? ഈ രുചി കൂട്ടാൻ കഴിയാത്തത് കൊണ്ടാണ്, മുറി കൂട്ടാൻ കഴിയാത്തത് കൊണ്ടാണ്. വേദനയോടെ ഇരിക്കുമ്പോ നീ എന്നാടി വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റാത്ത ഭർത്താവ് ഉപ്പല്ല. ഭർത്താവ് ക്ഷീണിച്ചു വരുമ്പോ ഇന്ന് എന്നാ നിങ്ങളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കണമെന്ന് ചോദിക്കാൻ പറ്റാത്ത ഭാര്യയും ഉപ്പല്ല. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞ് മാറിയിരിക്കുന്നത് കണ്ടാൽ, അവനിൽ മാറ്റം കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത അപ്പനും അമ്മയും ഉപ്പല്ലേ. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും മാറിപ്പോകുന്നത് പോലും. പ്രിയമുള്ളവരെ, പരിമല തിരുമേനിയും ഫാദർ ഡാമിയനും പാമ്പാടി തിരുമേനിയും ഇന്ന് വിശുദ്ധരായും ലോകത്തിന് മുഴുവൻ മാതൃകയായി ഇരിക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ രുചി കൂട്ടിയത് കൊണ്ടാണ്. കുന്നംകുളത്തൊക്കെ നമുക്കറിയാം, വസൂരി പടർന്നു പിടിച്ചപ്പോ ഒന്നും നോക്കാതെ കാലങ്ങൾ താണ്ടി കുന്നംകുളത്ത് വന്ന് പ്രദക്ഷിണം നടത്തി കഞ്ഞി വീഴ്ത്തി മക്കളുടെ വസൂരി മാറ്റിയത് ഈ രുചി കൂട്ടുന്നവരായതുകൊണ്ടാണ്. ഫാദർ ഡാമിയൻ മറ്റൊരു നാട്ടിൽ ജനിച്ച് സ്വന്തം നാട് വിട്ട് കുഷ്ഠരോഗികൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് അവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ച് അവർക്ക് വേണ്ടി ആരാധന അർപ്പിച്ച് ഒരു ദിവസം അവൻ ദേവാലയത്തിന്റെ മധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, ടുഡേ ഐ ബിക്കേം വൺ അമംഗ് യു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളിൽ
ഒരുവനായി എന്ന് പറഞ്ഞു. എങ്ങനെയാ? കുഷ്ഠരോഗിയായി അവനും മാറി. രുചി കൂട്ടുന്നതിന്റെ പാഠങ്ങളാ പ്രിയമുള്ളവരെ. മദർ തെരേസ രുചി കൂട്ടിയത് കൊണ്ടാണ് ഇന്നും അനേകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. പാമ്പാടി തിരുമേനി തനിക്ക് വരുന്ന ഭക്ഷണം പാവങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ പറഞ്ഞ് കുശിനിക്കാരന്റെ ചീത്തവര കേട്ടൊരു പിതാവിന്റെ പേരാ പാമ്പാടി തിരുമേനി എന്ന്. പക്ഷെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ രുചി കൂട്ടാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും? പരിമല തിരുമേനി തന്റെ വീട്ടിലേക്ക് എഴുതുന്ന എഴുത്തുകളിൽ എഴുതുന്ന ഒരു വാക്കിങ്ങനെയാണ്: മറ്റുള്ളവരെക്കാൾ വലിയവൻ എന്നോർക്കരുത്. എത്ര ദരിദ്രനായാലും തങ്ങളെക്കാൾ അവൻ വലിയവൻ എന്നോർക്കുക. ഈ ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുകയും ആരെയും നിന്ദിക്കാതിരിക്കുകയും ചെയ്യുവിൻ എന്നാണ്. അതുകൊണ്ട് നമുക്കൊന്ന് വന്നിച്ചില്ലേലും നിന്ദിക്കാതിരുന്നൂടെ? വന്നിച്ചില്ലേലും നമ്മൾ എത്ര പേരെയാണ് ഇങ്ങനെ ഒളിയമ്പ് ചെയ്യുന്നത്? കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്, SM വിജയാനന്ദൻ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരിക്കൽ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയ ഒരു കാര്യം എന്നെ വല്ലാതെ ടച്ച് ചെയ്തതാണ്. ഒരു സിവിൽ സർവന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം എഴുതിയിരിക്കുക: നമ്മുടെ വാതിൽ മുട്ടുന്ന ആളുകളെക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് വാതിലിന്റെ അടുത്ത് പോലും എത്താൻ കഴിയാത്തവരാണ്. അവരുടെ കാലച്ച കേട്ട് വാതിൽ തുറക്കുമ്പോഴാണ് ഉത്തരവാദിത്തമുള്ള സിവിൽ സർവീസ് ജന്മമെടുക്കുക. നമ്മുടെ വാതിൽ മുട്ടുന്ന ആളുകളെക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് വാതിലിന്റെ അടുക്കൽ പോലും എത്താൻ കഴിയാത്തവരാണ്. അവരുടെ കാലൊച്ച കേട്ട് വാതിൽ തുറക്കുമ്പോഴാ നമ്മളൊക്കെ ആരായി മാറുന്നത്? നല്ലൊരു സമൂഹ ജീവിയായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തുറക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ഈ കാലൊച്ച കേൾക്കാൻ പറ്റാറുണ്ടോ? നമ്മുടെ വീടുകളിൽ കേൾക്കണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരിടത്ത് പ്രസംഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോയത് ഒരു വീട്ടിലാണ്. വീട്ടിൽ ചെന്നപ്പോൾ മക്കളൊന്നുമില്ല, ആന്റി അങ്ങളും മാത്രമേ ഉള്ളൂ. അങ്കിളാണ് ഇച്ചിരി ഗൗരവക്കാരനാണ്, പക്ഷെ എന്നോട് അങ്ങനെ ഗൗരവമൊന്നും കാണിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ ആന്റി ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛനെന്ന് പറഞ്ഞത് നന്നായി പോയി അച്ഛാ, ഇങ്ങേർക്കൊക്കെ ഞാൻ അല്ലെങ്കിലും വിചാരിച്ചിരിക്കാതെ 2 എണ്ണം കൊടുക്കണം എന്ന്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി അച്ഛാ, ഇന്ന് വരെ ഞാനൊരു കറി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത ഞാൻ ചോദിക്കും എങ്ങനെയുണ്ടെന്ന്, ഇങ്ങനെ പറയും ആ കുഴപ്പമില്ല എന്ന് പറയും. അച്ഛാ ഞാൻ മരിക്കണേന് മുമ്പെങ്കിലും ഇതൊന്ന് നന്നായിട്ടുണ്ടെന്ന് കേട്ട് മരിക്കാൻ എനിക്ക് എന്നാ അച്ഛാ പറ്റുക? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യയ്ക്ക് നിങ്ങൾ നെക്ലേസ് ഒന്നും മേടിച്ചു കൊടുക്കണ്ടേ? നിങ്ങളുടെ ഭാര്യയ്ക്ക് വാലന്റൈൻസ് ഡേ നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ അവളുടെ സൈക്കോളജി ഉണ്ട്. അവൾ ആഗ്രഹിക്കുന്നത്, അവളൊരു ചെറിയ വാക്കുണ്ട്, എടി നീ എത്ര സുന്ദരിയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അവൾ സുന്ദരി ആയിരിക്കില്ല, പക്ഷെ അവളുടെ സൗന്ദര്യം നിങ്ങളാ. അവളുടെ സൗന്ദര്യം നിങ്ങളാ. ഇവരാഗ്രഹിക്കുന്നതാ. ഒരു വാക്ക്, ഒരു കറി ഉണ്ടാക്കുമ്പോ എന്നാ ഇച്ചിരി ഉപ്പ് കൂടിയാലോ, നീ തന്നെ എന്നെ കൊല്ലാൻ കൊണ്ടെന്നാണെന്ന് ചോദിക്കും. പക്ഷെ നന്നായാലോ, ജഗൻ ചെയ്താൽ ഞങ്ങള് പറയില്ല. ഞാനിത് തിരിച്ചറിഞ്ഞൊരു കാലമുണ്ട്. ഞാൻ പഠിക്കാൻ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് ജർമ്മനൊക്കെ പഠിച്ച് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്ന് എൻ്റെ തിരുമേനി പറഞ്ഞ് പഠിക്കാൻ പോകാനൊക്കെ ഇരുന്നൊരു കാലമുണ്ട്. ഈ ദൈവത്തിന്റെ പദ്ധതി ഭയങ്കര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ കാലം. അങ്ങനെ ഇരുന്ന സമയത്ത് കൊറോണ വന്നു. കൊറോണ സമയത്ത് എൻ്റെ അമ്മ കാർഡിയക് പേഷ്യൻ്റ് ആയിരുന്നു ഓൾറെഡി. പക്ഷെ എൻ്റെ അമ്മ പെട്ടെന്ന് ക്രിട്ടിക്കലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അമൃത ഹോസ്പിറ്റലിൽ ഏകദേശം 4 ദിവസം ക്രിട്ടിക്കൽ ICUയിൽ കിടന്ന് ഏകദേശം 2 ആഴ്ചയോളം ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 3 മാസത്തേക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഞാനും എൻ്റെ അപ്പയും മാത്രമേ വീട്ടിലുള്ളൂ. എൻ്റെ അനിയനും, അവൻ ഫെഡറൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. അവൻ ആ സമയത്ത് പയ്യോളിയിലാണ്. കൊറോണ കാരണം യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകെ പ്രയാസത്തില്ല, എന്ത് ചെയ്യും? പക്ഷേ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അമ്മ എന്നാ ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കണേന്ന്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അമ്മയുടെ കൈ എന്നാ ഉണങ്ങിയിരിക്കണേന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. കാരണം എന്താ? വിമ്മിട്ട് പാത്രം കഴുകുമ്പോ നമ്മൾ തിരിച്ചറിയണം. എപ്പോഴാണോ സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പൊ തിരിച്ചറിയും. രുചി കൂട്ടുന്നവരെ മാറണം പ്രിയമുള്ളവരെ. അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ പാത്രം ഞാനാണ് കഴുകാറ്. അന്ന് തുടങ്ങി ഇന്ന് വരെ. ഇന്ന് എൻ്റെ ഭാര്യയുണ്ട്, അവിടെ ചോദിച്ചാലറിയാം. തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ അമ്മമാര് രുചി കൂട്ടിയെടുത്തോളം ഒരാളും ഈ ലോകത്ത് രുചി കൂട്ടിയിട്ടില്ലാന്നേ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്.
എൻ്റെ അമ്മ എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, രുചി കൂട്ടാൻ നമുക്ക് പറ്റാറുണ്ടോ? എനിക്ക് വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇന്നെല്ലാം പ്രകടനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദേവാലയത്തിൽ പെരുന്നാളിന് പ്രസംഗിക്കാൻ പോയി. പ്രസംഗമൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന്റെ അവസാനം അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവിടെ ഒരു ചാരിറ്റി കൊടുക്കുന്നുണ്ട്, അച്ഛന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. സന്തോഷം തോന്നി. അപ്പൊ അച്ഛൻ പറഞ്ഞു, പെരുന്നാളിന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നത്? ചാരിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എത്ര രൂപയുണ്ട്? അച്ഛൻ പറഞ്ഞു 50,000 രൂപയാണ് അച്ഛൻ. ഞാൻ വിചാരിച്ചു, അപ്പൊ അത് എന്ത് സഹായമാണ്? വിവാഹ സഹായവും രോഗി സഹായവുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ 50,000 രൂപ 25,000 വെച്ച് 2 പേർക്കായിരിക്കും കൊടുക്കണേ എന്ന്. അച്ഛൻ്റെ ലിസ്റ്റ് കണ്ടപ്പോൾ അതിനകത്തൊരു 15 പേരുണ്ട്. 15 പേര്. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഞാൻ എന്നിട്ട് അച്ഛൻ ആദ്യത്തെ പേര് വിളിച്ചു, നാരായണൻകുട്ടി നായർ എന്ന പേര് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധനായ, ഒരു നശിച്ചുപോയ അല്ലെങ്കിൽ കെട്ടുപോയ ഒരു നായർ കുടുംബത്തിലെ ഒരു മനുഷ്യൻ ഇങ്ങനെ വിറയ്ക്കുന്ന കൈയോടുകൂടെ ഏകദേശം 600 പേരിരിക്കുന്ന ആ പള്ളിയുടെ അഴിക്കകത്ത് വന്നിങ്ങനെ നിൽക്കുക. ആ മനുഷ്യൻ വിറയ്ക്കുന്ന കൈയോടുകൂടി അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുക, നമ്മുടെ പെരുന്നാളിന്റെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഇതാ വിവാഹ ധനസഹായം കൊടുക്കുന്നു, നാരായണൻ നായർ മുന്നോട്ട് വരണം. വന്നു. ബലഹീനായി ഞാൻ എന്ത് ചെയ്തു? ആ കവർ കൊടുത്തു. ഇത് കഴിഞ്ഞ് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ എത്ര രൂപയാണ് കൊടുത്തേ? അച്ഛൻ പറഞ്ഞു, അച്ഛാ 2,500 രൂപ അച്ഛൻ കൊടുത്തേന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ ഈ കുപ്പായ അന്ന് കീറണമെന്ന് തോന്നി എനിക്കന്ന്. എന്തിനാന്നേ ഇങ്ങനെയുള്ള ചാരിറ്റി മഹാമഹങ്ങള് നമ്മൾ ഇന്ന് വലിയ ബാനർ അടിച്ച് വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലോകത്തെ മുഴുവൻ അടിച്ച് നടത്തുന്ന ചാരിറ്റിയാണോ രുചി കൂട്ടുന്നത്? എത്ര പേരുടെ ജീവിതത്തിൽ അത് അരുചിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറിച്ച് നമ്മുടെ കർത്താവ് പറയാ, നിന്നെ വലം കൈ ചെയ്യുന്നത് നിന്റെ ഇടം കൈ അറിയരുതെന്ന് പറഞ്ഞ് യേശു തമ്പുരാനെ അനുഗമിക്കുന്നവരാണ് നമ്മള്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ടുള്ള ചാരിറ്റി. പക്ഷെ അവന്റെ വ്യക്തിത്വത്തെ കുറിച്ചോ അവന്റെ ബഹുമാനത്തെ കുറിച്ചോ അവന്റെ എന്തിനെ കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മാറണതേ, സഭ മാറണതേ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണതേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാസ്ഥാനപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒന്നിനും നമ്മളെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ശപിക്കപ്പെട്ടവനായി മാറും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ എന്റെ ഇടവകയിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരാൾക്ക് പോലും. അതുകൊണ്ട് എന്റെ ട്രസ്റ്റി എല്ലാ മാസവും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഏകദേശം 30,000 രൂപ എല്ലാ മാസവും എന്റെ പള്ളിയിൽ ചാരിറ്റി കൊടുക്കുന്നുണ്ട് നിർധനരായ രോഗികൾക്ക്. അതിനകത്ത് ക്രിസ്ത്യാനിയൊന്നുമില്ല. ട്രസ്റ്റി ഞാൻ പോലും പോകാറില്ല. ട്രസ്റ്റി ആ വീട്ടിൽ പോയി കൊടുക്കും, വൗച്ചർ ഒപ്പിട്ട് മേടിക്കും. ഞാൻ ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, എന്നാ നമുക്കിങ്ങനെയൊന്ന് മാറാൻ പറ്റാം? അതുകൊണ്ട് നമ്മൾ രുചി കൂട്ടുന്നവരായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ യഥാസ്ഥാനപ്പെടാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത് രുചി കൂട്ടുന്നവരാകണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തിലെ എനിയോനോയിലെ 8 വരികൾ വളരെ മനോഹരം. അതിനു മുന്നേ ഒരു ചൈനീസ് പഴമൊഴി പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി അർത്ഥം വരുള്ളൂ. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, 3 ഇഞ്ച് നീളമുള്ള നാവിന്, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകും, 6 അടി ഉയരമുള്ള ഒരാളെ കൊല്ലാൻ കഴിയുന്ന, 3 ഇഞ്ച് നീളമുള്ള, ഞാനൊക്കെ എനിക്കത് ഏതാന്ന് മറന്നുപോയി. 8ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചപ്പോൾ ഒരു മലയാളത്തിലെ ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു. നാവ് ചെയ്ത കുറ്റത്തിന് എന്റെ പല്ല് കൊഴിഞ്ഞതിനെ കുറിച്ച് പഠിച്ചത് ഞാൻ ഓർക്കുന്നു. നാവ് ചെയ്ത കുറ്റത്തിന് പല്ല് കൊഴിഞ്ഞതിനെ കുറിച്ച്, പല്ലിന്റെ പരിതാപം. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച പ്രഭാതത്തിൽ എനിയോൻ എങ്ങനെയാ? നാവിലധർമ്മം കാണരുതേ, സഹജവ്രണത്തിൽ കുത്തരുതേ, പരനിൽ കുറ്റം ചാത്തരുതേ, കുറ്റക്കാരായി തീരല്ലേ, നോമ്പിൽ നിൻവായി ഭക്ഷ്യുമ്പോൾ അന്യായമതും വെടിയേണം, നോമ്പിന് കുറ്റം പറ്റായവ നാവിനെയും നീ ബന്ധിക്കാം. നമ്മുടെ നാവിനെ ബന്ധിക്കാൻ പറ്റാറുണ്ടോ? എത്ര പേരുടെ ജീവിതത്തിലെ രുചിയാണ് നമ്മുടെ നാവ് കൊണ്ട് കളഞ്ഞിട്ടുള്ളത്? എത്ര പേരുടെ ജീവിതത്തിൽ എത്ര പേരെയാ നമ്മൾ കൊല്ലാതെ കൊന്നിട്ടുള്ളത് നമ്മുടെ നാവ് കൊണ്ട്? പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി എന്ന ഈ രുചി കൂട്ടുന്നവനായി മാറുക. പ്രിയമുള്ളവരെ, കർദിനാൾ
ന്യൂമാൻ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനായ പിതാവുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുക, നിന്റെ പരിമളം പരത്തുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. പ്രസംഗിക്കാതെ തന്നെ ഞാൻ നിന്നെ പ്രഘോഷിക്കട്ടെ, വാക്കുകളില്ലാതെ എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ നിന്നെ പ്രഘോഷിക്കട്ടെ. നിന്നിലേക്ക് എൻ്റെ ഹൃദയത്തെ അടുപ്പിക്കത്തക്കവണ്ണം ഞാൻ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാൽ നിറയട്ടെ എന്ന എനിക്കിഷ്ടമുള്ളൊരു വേദഭാഗം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചോളാം. കാരണം ഒരു ഭാഗം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു വേദഭാഗമുണ്ട്, എപ്പോൾ വായിച്ചാലും കണ്ണു നിറയുകയും സന്തോഷിക്കുകയും ചെയ്യുന്നൊരു ഭാഗം. 1 സാമുവേൽ 1-ാം അധ്യായം 8-ാം വാക്യം. നമുക്കറിയാം, എൽക്കാന എന്ന് പറഞ്ഞ മനുഷ്യന് ഹന്ന എന്നും പെന്നീന എന്നും 2 ഭാര്യമാരുണ്ട്. പെന്നീനയിൽ എൽക്കാനയ്ക്ക് മക്കളുണ്ട്, പക്ഷെ ഹന്നയിൽ ആരില്ല, മക്കളില്ല. പക്ഷേ എൽക്കാന ഒരു വേർതിരിവും ആരോട് കാണിച്ചില്ല, ഭാര്യമാരോട് കാണിച്ചില്ല. ദേവാലയത്തിൽ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ 2 പേർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും വഴിപാട് കഴിക്കും. ഇനി ഹന്നയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രത്യേകം വഴിപാട് ആര് കഴിക്കും? എൽക്കാന കഴിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഹന്നയ്ക്ക് എന്തില്ല? സന്തോഷമില്ല ജീവിതത്തില്. അവൾ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എൽക്കാന പറയുന്ന രുചി കൂട്ടുന്നവന്റെ മനോഹരമായ ഒരു ചിത്രം അവിടെയുണ്ട്. അവിടെ എൽക്കാന ഹന്നയെ ചേർത്ത് പിടിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുക. എന്നിട്ട് പറയാം, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? എന്നിട്ട് പറയാ, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ എന്ന് പറഞ്ഞു, ഉത്തമനല്ലയോ എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കൂടെയുള്ളവർ എത്ര ആഗ്രഹിക്കുന്നുണ്ടാകും, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ സഹോദരൻ സുഖാണോന്നൊന്ന് ചോദിക്കാൻ, കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് രുചി കൂട്ടുന്നവരും മുറി കൂട്ടുന്നവരുമായി തീരാൻ നമുക്ക് സാധിക്കണം എന്നാണ് യഥാസ്ഥാനപ്പെടലിന്റെ 2-ാമത്തെ ഭാഗമായിട്ട് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. 3-ാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് എന്റെ ധ്യാനം അവസാനിപ്പിച്ചോളാം. ഉപ്പിന് മറ്റെന്ത് ഉപയോഗം ഉള്ളത്? മറ്റൊരു ഉപയോഗമില്ലേ? പെട്ടെന്ന് പറഞ്ഞ സമയമില്ല, അതുകൊണ്ട്. ഉപ്പൊരു പ്രിസർവേറ്റീവ് ആണോ? ഇന്ന് മനുഷ്യ ശരീരം പോലും, അതായത് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് റോഡ് വഴി തിരുവനന്തപുരം വരെ പോവുകയാണെങ്കിൽ നമ്മളല്ലാത്ത ബാക്കി എല്ലാം ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്, അല്ലേ? നമ്മളല്ലാത്ത ബാക്കി എല്ലാം എന്തിലുണ്ട്? ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. അതിന്റെ കടയുടെ മുമ്പിലത്തെ തിരക്കും കാണണം. ഉപ്പ് എന്താണ്? നല്ലൊരു പ്രിസർവേറ്റർ. നമ്മൾ പ്രിസർവേറ്റേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ യേശുദമ്പുരാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എനിക്ക് തോന്നിയത്, നമുക്ക് വിശ്വാസത്തിന്റെ സംരക്ഷകരാകാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത് അതാ. ഞാൻ അധികം വിശദീകരിക്കാതിരുന്നത് ഇന്നത് പറയാനുള്ളത് കൊണ്ടുകൂടിയാ. നമുക്ക് വിശ്വാസത്തിന്റെ പ്രിസർവേറ്റേഴ്സ് ആകാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആരായി മാറുള്ളൂ, നമ്മൾ ഉപ്പായി മാറുള്ളൂ. അതല്ലെങ്കിൽ കാരമില്ലാത്തത് മാത്രമായിരിക്കും. നമുക്കറിയാം, വില്യം ഷേക്സ്പിയറിനെ അറിയാത്തവരായി ആരുമില്ല. വില്യം ഷേക്സ്പിയറിന്റെ കൃതികൾ വായിക്കാത്തവരോ പഠിക്കാത്തവരായോ ആരും തന്നെ ഉണ്ടാകില്ല എന്നെനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഒരു വലിയ തിരമാല കടന്നു വരും. ആ തിരമാലയ്ക്കൊപ്പം ഉയർന്നു പൊങ്ങാൻ സാധിച്ചാൽ സാധ്യതകളുടെ, അവസരങ്ങളുടെ അനന്തതയിലേക്ക് മുന്നേറാം. തിരയിൽ നിന്ന് വേറിട്ട് നിന്നാലോ തിര കടന്നു പോകും, മണൽ പരപ്പിൽ നിശ്ചലമായി നിൽക്കേണ്ടി വരും. നമുക്കറിയാം, കടലിൽ പോകുമ്പോൾ, നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ വലിയ തിര വരുമ്പോൾ നമ്മൾ അവിടെ നിന്നാൽ എന്ത് പറ്റും? നമ്മൾ ഒരു പക്ഷേ മണ്ണിൽ ആഴ്ന്നു പോയി താഴേക്ക് വീണു പോയേക്കാം. പക്ഷെ ഒന്ന് ഉയർന്നു കൊടുത്താലോ തിര നമ്മളെ കടന്നു പോകും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന തിരമാലകളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന തിരമാലകൾ വലിയ തിരമാലകളെ പോലെ ആഞ്ഞടിച്ചു വന്നേക്കാം. പലരും അതിനകത്ത് വീണു പോകുന്നുണ്ട്. പക്ഷേ എന്റെ കർത്താവ് സകലതിനും മതിയായവനാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വീഴാൻ പറ്റുക? അവിടെ എന്ത് ചെയ്യും? ക്രിസ്തുവിന്റെ കൈ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഉയർന്നു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിവർന്ന് നിൽക്കാൻ, മുന്നേറാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞതിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചതും അത് തന്നെയാണ്. യു ഷുഡ് ബി ദ പ്രിസർവേറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന, നിങ്ങൾ വിശ്വാസത്തിന്റെ സംരക്ഷകരാകണം എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ യേശുദമ്പുരാൻ
അത് നമ്മെ കാണിച്ചു തന്നതാണ് തന്റെ അടിയുറച്ച വിശ്വാസം, തന്നെ അയച്ച പിതാവിനുള്ള വിശ്വാസം തന്റെ പരീക്ഷണത്തിലും തുടർന്നുള്ള ജീവിതത്തിലൂടെയും നമ്മെ കാണിച്ചു തന്നതാ. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് തന്റെ മലയിലുള്ള രക്തം, തന്റെ വിയർപ്പുതുള്ളികൾ രക്തമാക്കി പ്രാർത്ഥനയിൽ യേശുദമ്പരം പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്താ പറയുന്നത്? എങ്കിലും എന്റെ ഇഷ്ടമല്ല. നമുക്ക് പറ്റും. അങ്ങനെ പറ്റുമ്പോഴാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ സമയം കുറവുകൊണ്ട് 3 വേദപുസ്തകത്തിലെ 3 വ്യക്തികളെ പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിച്ചോളാം. ഒന്നാമത് നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് ഇയ്യോബ്. വിശ്വാസത്തിന്റെ പ്രതിരൂപമാണ് വേദപുസ്തകത്തിലെ. കാരണം എന്താ? യഹോവയെ ദൈവം അവന്റെ വിശ്വസ്തതയ്ക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തവനാണ്, മക്കളും ധാരാളം സമ്പത്തും ഒക്കെ. പക്ഷെ ആരാണ് അവനെ പരീക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയുന്നത്? പിശാചാണ്. അപ്പൊ യേശുദമ്പരൻ ഒരു കാര്യം പറഞ്ഞു, അവന്റെ ജീവന് മാത്രം നീ എന്ത് ചെയ്യരുത്. പിശാച് പറഞ്ഞു, നീ അവന് അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നോണ്ടല്ലേ അവൻ നിന്നെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിശാച് എന്ത് ചെയ്യുന്നത്? അവന്റെ മക്കള് പോയി, അവന്റെ സമ്പത്ത് പോയി, ആടുമാടുകൾ പോയി, ഭൃത്യന്മാര് പോയി, സകലതും പോയി. അവൻ എന്തായി? അവൻ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞ് രക്തീരിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിനെയാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ സ്വന്തം ഭാര്യ എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഭാഷ, എന്റെ മനുഷ്യ, ഇനിയെങ്കിലും ഈ ദൈവത്തെ ഒന്ന് കളഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയ്യോബ് പറയുന്ന മറുപടി എന്താ? 1-ാം അധ്യായം 21-ാം വാക്യം, ഞാൻ നഗ്നനായി എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. നമുക്ക് പറയാൻ പറ്റുമോ? രോഗം വരുമ്പോ നമുക്ക് പറയാൻ പറ്റുമോ? മരണം വരുമ്പോ നമുക്ക് പറയാൻ പറ്റുമോ? പീഡകൾ വരുമ്പോ? ഇനിയും ഇയ്യോബിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ടെസ്റ്റിംഗ് പിന്നീട് നടക്കണേ. ഇയ്യോബിന്റെ കൂട്ടുകാർ വന്നു, നമുക്കുണ്ടല്ലോ അങ്ങനെയുള്ള കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ പാപം കൊണ്ടാണ് എന്ത് പറ്റിയത്, നിനക്കിത് വന്നതെന്ന് അവനോട് പറയാൻ തുടങ്ങി. ഇയ്യോബ് കുറെ നേരം അവനോട് എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ തർക്കിക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കണം, ആ പുസ്തകം വായിക്കും, മനസ്സിലാകും. അവസാനം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇയ്യോബ് ശക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ പറയാ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ വഴി, എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കുമെന്ന്. അവൻ എന്നെ കൊന്നാലും, നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ എന്റെ വഴി അവന്റെ മുമ്പാകെ നേരെയാക്കുമെന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയാം, ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ് സിറിയയിൽ 200 യുവാക്കളെ കടൽക്കരയിൽ നിരത്തി നിർത്തിയിട്ട് IS ഭീകരര് ഒറ്റക്കാരിൽ ചോദിച്ച് ക്രിസ്തുവിനെ കളഞ്ഞ് അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് അവര് പറഞ്ഞു. ഇല്ല എന്ന് കഴുത്തറത്ത് കൊല്ലപ്പെട്ടു ആ മക്കൾ. ഒസാദ്യോ സിനിമയുടെ ഒരു പാട്ടുണ്ട്, ആ പിതാവിന്റെ ഓർമ്മയാണ് ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന വെള്ളിയും ശനിയും. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ. നമുക്കറിയാം, ഇത്ര ശക്തമായിട്ട് വചനം പറഞ്ഞൊരു പിതാവ്, ജീവിതത്തിലൂടെ കാണിച്ച പിതാവ്. അദ്ദേഹത്തിന്റെ മനോഹരമായ 2 വരിയുണ്ട്. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരു പോലെ, കാൽവരി തന്നൊരു മൻധൈര്യം, കാൽവരി തന്നൊരു മൻധൈര്യം. പറ്റുമോ നമുക്ക് പാടാൻ? ഹൃദയത്തിൽ തൊട്ട് എന്തും വരട്ടെ, അപ്പാ നിന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇയ്യോബിനെ പോലെ പറയണം. ഞാൻ വീണ്ടും 2-ാമത്തേക്ക് പോവാം. വിശുദ്ധനായ പൗലോസാണ് 2-ാമത്തെ ആള്. നമുക്കറിയാം, ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചിരുന്നവൻ, അവൻ പീഡകനായി മാറിയെന്ന് നമുക്കറിയാം. അവൻ പീഡകനായിരുന്നവൻ പീഡിതനായി മാറി. നമ്മൾ പാടുന്ന പാട്ടുണ്ട്, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. ഇതൊക്കെ എവിടുന്നാ വന്നേ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പൗലോസ്ലീഹ നമുക്കറിയാം, അവൻ തിമോത്തിയോസിന് എഴുതിയ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിങ്ങളെ ഇതിലെ വാക്യം ഓർമ്മിപ്പിച്ചു. ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും
ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഉപനിധി ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കാൻ അവൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നുവെന്ന്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പൗലോസ്ലീഹ ഉറച്ചു പറയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന. ഇതിനെയാണ് ഈ വിശ്വാസത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. പലപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും പൗലോസ്ലീഹ ഒരിക്കലും മറുത്തു പറഞ്ഞില്ല, മറിച്ച് കഷ്ടമനുഭവിക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തല പലപ്പോഴും നൽകിയത്. പ്രിയമുള്ളവരെ, ആ വിശുദ്ധന്റെ സഭയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൂന്നാമത്തെ 3 പേരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. നിങ്ങൾക്കറിയാം അവരെ കുറിച്ച്. ദാനിയേലിന്റെ പുസ്തകത്തിലൂടെ, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ് ആ മനോഹരമായ രംഗമുള്ളത്. നമുക്കറിയാം, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികളുടെ മേൽവിചാരകന്മാരായിരുന്ന ഈ 3 യഹൂദന്മാര്, അവര് രാജാവിന്റെ ദേവനെ ആരാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത്, അവരുടെ കഷ്ടത തുടങ്ങുക. പക്ഷെ അവരെ എവിടെ എറിയാൻ പറഞ്ഞു? എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയാൻ തീരുമാനിച്ചു. പക്ഷെ അവര് പറയുന്നൊരു മറുപടിയുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. ഇനി കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ആരെ സേവിക്കില്ല? രാജാവിന്റെ ദേവന്മാരെ സേവിക്കില്ല. ഇതിനെയല്ലേ ഈ വിശ്വാസത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് രോഗം വരുമ്പോ, പ്രയാസം വരുമ്പോ, കണ്ണുനീര് വരുമ്പോ നമ്മൾ പലപ്പോഴും ദൈവത്തോട് മറുതലിക്കാറുണ്ട്. മറിച്ച്, എന്റെ കർത്താവേ, നീ എനിക്ക് രോഗം തന്നതിന് നിനക്ക് നന്ദി എന്ന് പറയാൻ പറ്റോ? നിനക്ക് സ്തുതി എന്ന് പറയാൻ പറ്റോ? അവിടെ നമ്മുടെ അനുഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ പഠിക്കേണ്ട ഒരു ശക്തനായ പിതാവുണ്ട്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് എന്ന് പറഞ്ഞ പിതാവ്. തീക്കെടുത്തവനായ ഇഗ്നാത്യോസ്. ഇത്ര ശക്തമായി ദൈവത്തിന് വേണ്ടി ജീവിച്ച പിതാക്കന്മാരിൽ ഒരുവനാണ് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിനക്ക് വേണ്ടി കുർബാന അപ്പമാകാൻ എന്നെ നീ പ്രാപ്തമാക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അദ്ദേഹം റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, 1-2 വാക്യത്തിൽ എങ്ങനെയാണ്? കാലോചിതമല്ലാത്ത ദാക്ഷിണ്യം എന്നോട് കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. ഞാൻ വന്യമൃഗങ്ങളുടെ വൈക്കോലായി തീരട്ടെ. അദ്ദേഹം മരിച്ചത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ദൈവത്തെ പ്രാപിക്കുവാൻ സാധിക്കുക. ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്. ക്രിസ്തുവിന്റെ ദിവ്യാപ്പം നിർമ്മിക്കപ്പെടുവാൻ ഞാൻ വന്യമൃഗങ്ങളുടെ ഔഷധങ്ങളാൽ, ദംഷ്ടകളാൽ പൊടിക്കപ്പെടട്ടെ. വന്യമൃഗങ്ങൾ എന്റെ കല്ലറയാകുവാനും എന്റെ ശരീരത്തിന്റെ ഒരു തരി പോലും അവശേഷിപ്പിക്കാതിരിക്കാനും അവയോട് നിങ്ങൾ കെഞ്ചി യാചിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക? അദ്ദേഹം ഓരോ യാത്രയിലും ഓരോ എഴുത്തിലും തന്റെ വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. എന്നെ വന്യമൃഗങ്ങളുടെ ദംഷ്ട്രയാൽ പൊടിക്കപ്പെട്ട് കർത്താവിന് അർപ്പിക്കപ്പെടുന്ന അപ്പമായി മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ കല്ലറ ഏതാകണം? വന്യമൃഗങ്ങളുടെ വയറാകണം എന്റെ കല്ലറ. ഒരു തരി പോലും അവശേഷിപ്പിക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാകും? വിശ്വാസത്തിന്റെ പ്രിസർവേറ്റേഴ്സ് ആകും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. നമുക്കറിയാം, നോബൽ പ്രൈസ് വിന്നറായ ബോബ് ഡിലൻ, അതായത് അലൻ സിമ്മർമാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വരികളുണ്ട്. അതിന്റെ ടൈറ്റില് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന പ്രശസ്തമായ ഒരു റാപ്പ് പോപ്പ് മ്യൂസിക് കൂടിയാണ് ഇതിനുള്ളത്. പക്ഷേ അതിന്റെ വാക്കുകൾ, ഒരു കാലത്ത് കൂട്ടക്കൊലയും വംശീയ ഹത്യയും ദേശത്തൊക്കെ നടന്നപ്പോ അദ്ദേഹം എഴുതിയ വരികളാണ്. അത് നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കാം. Yes, and how many times can a man turn his head and pretend that he just doesn't see? അടുത്ത വരി എങ്ങനെയാണ്? Yes, and how many deaths will it take till he knows that too many people have died എന്ന. നമ്മൾ ഇനി എന്നാ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നു എന്ന് നിർത്തുന്നത്? എത്ര മരണം കഴിഞ്ഞാലാ നമ്മളൊന്ന് പഠിക്കുക ഇനിയും ഒപ്പാകാൻ സാധിച്ചില്ല എന്ന്. അദ്ദേഹം പറയാം, how many times a man can turn his head and pretend that
he just doesn't see. ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന് നടിക്കാൻ കഴിയാം. എത്ര മരണം കഴിയണം ഒരു മനുഷ്യന് തിരിച്ചറിയാൻ? ഒരുപാട് മനുഷ്യർ മരിച്ചുപോയി എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിരിച്ചറിയണം, യഥാസ്ഥാനപ്പെടാൻ, പൊട്ടിപ്പോയ ബന്ധം കൂട്ടിച്ചേർക്കപ്പെടാൻ. അതിന് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകണം. അതല്ല എങ്കിൽ നമ്മൾ വലിച്ചെറിയപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉപ്പ് വിശുദ്ധമായതുപോലെ വിശുദ്ധിയും വെണ്മയും ജീവിതത്തിലുള്ളവരെ മാറാൻ പറ്റണം. ഉപ്പ് രുചി കൂട്ടുന്നത് പോലെ രുചി കൂട്ടുവാനും മുറി കൂട്ടുവാനും സാധിക്കുന്നവരാകണം. ഉപ്പ് പ്രിസർവേറ്റർ ആകുന്ന പോലെ വിശ്വാസത്തിന്റെ പ്രിസർവേറ്റേഴ്സ് ആകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നോമ്പ് അതിനൊരു മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ബലഹീനായ എനിക്ക് ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിലേക്കും പ്രത്യേകിച്ച് ഈ ബത്തേരി മേഖല കൺവെൻഷനിലേക്കും വരാൻ സാധിച്ചത്, ദൈവത്തിന്റെ ജീവനുള്ള വചനം പങ്കുവെക്കാൻ സാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, എന്നെ ആദ്യം വിളിച്ചത്, ഞങ്ങൾ അന്നും ഇന്നും സിജിച്ചാൻ എന്ന സ്നേഹത്തോട് വിളിക്കുന്ന പ്രിയപ്പെട്ട സിജു അച്ഛനും അനീഷ് അച്ഛനും ചേർന്ന, അത് കഴിഞ്ഞ് അഭിവന്യ തിരുമനസ് എനിക്ക് മെസ്സേജ് അയക്കുകയും ഇതിന്റെ ഓരോ കാര്യങ്ങളും